ഹായ് ഡിയർ സ്റ്റുഡൻസ്, ടെല്ലസ് അക്കാദമിയിലെ 2026-27 വർഷത്തേക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിലെ സ്റ്റേറ്റ് CBSE കുട്ടികൾക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ആരംഭിക്കുന്നത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസിലെ ബയോളജി ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 1 ഏതൊക്കെ പാഠഭാഗങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. 10ാം ക്ലാസ്സിലെ ഏതൊരു വിഷയത്തെയും, 10ാം ക്ലാസ് മാത്രമല്ല ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾ ആ സബ്ജക്റ്റിനെ എങ്ങനെ സമീപിക്കുന്നു, എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് എങ്ങനെ, അതായത് ടഫായിരിക്കുമോ ഈസി ആയിരിക്കുമോ എന്നുള്ളതൊക്കെ നിങ്ങളെങ്ങനെ ആ വിഷയത്തെ സമീപിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് ഈ ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ബയോളജിയിലെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററുകളാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ജെനറ്റിക്സ് ഓഫ് ലൈഫ്, അതായത് ജീവൻ്റെ ജനിതകം എന്നാണ് ഫസ്റ്റ് പാഠത്തിൻ്റെ പേരെന്ന് പറയുന്നത്. ഈ പാഠഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് നമ്മുടെ എങ്ങനെ ഒരു RNA, DNA, ക്രോമസോം ഇതിനൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നു. എങ്ങനെ മനുഷ്യൻ്റെ പാരമ്പര്യം, ഇങ്ങനെ എല്ലാ ഘടകങ്ങളെയും കുറിച്ചിട്ട് വളരെ ഈസി ആയിട്ട്, കുറച്ച് കണ്ടൻറ്റേ ഉള്ളൂ എന്നാൽ ആ കണ്ടൻറ്റിനെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകളെല്ലാം തന്നെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്, ജീവൻ്റെ ജനിതകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാം പാർട്സ് ഓഫ് എവല്യൂഷൻ, അതായത് പരിണാമത്തിൻ്റെ വഴികൾ എന്നാണ് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. ഈ ഒരു പാഠഭാഗത്തിൽ മനുഷ്യൻ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് വന്ന പരിണാമത്തിൻ്റെ വഴികളെ എല്ലാം തന്നെ, അതായത് എവല്യൂഷൻ്റെ പാത്തിനെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പാർട്ടാണ് ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് പാർട്സ് ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് തേർഡ് ചാപ്റ്ററിലേക്കാണ്. ഈ പാർട്ട് 1 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പാഠഭാഗം എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാഠഭാഗമാണ് ബിഹൈൻഡ് സെൻസേഷൻ അല്ലെങ്കിൽ സംവേദനങ്ങൾക്ക് പിന്നിൽ എന്ന് പറയുന്ന തേർഡ് ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നമ്മുടെ 5 പഞ്ചേന്ദ്രിയങ്ങൾ, അതായത് സെൻസ് ഓർഗനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ കണ്ണിലൂടെ കാഴ്ച സാധ്യമാകുന്നു, എങ്ങനെ ചെവിട്ടിലൂടെ ഇയറിലൂടെ നമുക്ക് ഹിയറിങ്, അതായത് കേൾവി എങ്ങനെ സാധ്യമാകുന്നു, നാവിലൂടെ ടേസ്റ്റ് എങ്ങനെ സെൻസ് ചെയ്യുന്നു, സ്കിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ തേർഡ് ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. ബിഹൈൻഡ് സെൻസേഷൻ, അതായത് സംവേദനങ്ങൾക്ക് പിന്നിൽ എന്ന് പറയുന്ന തേർഡ് ചാപ്റ്ററിലാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള ഒരു പാഠഭാഗങ്ങളാണ് ഫസ്റ്റ് ഭാഗത്തിൽ ബയോളജി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങളൊരു സബ്ജക്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, എങ്ങനെയാണ് ആ സബ്ജക്റ്റിനെ സമീപിക്കുന്നത്, അതുപോലെ ഇരിക്കും നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനോടുള്ള ടഫ്നെസ്സും ഈസി എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പാഠഭാഗങ്ങളെല്ലാം തന്നെ പാട്ടും പാടി ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്മിഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. താഴെ അഡ്മിഷനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട്. വേഗം തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. ടെല്ലസിനോട് കൂടി ചേർന്നിട്ട് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കരസ്ഥമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ.